തോമാശ്ലീഹായുടെ പാദസ്പർശമേറ്റ ഈ മണ്ണിലേക്ക് ധാരാളം മക്കൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയും പകലും എന്ന ഭേദമില്ലാതെ ധാരാളം പേര് വരുന്നു. അവർ കുരിശിൻ്റെ വഴികൾ ചൊല്ലിക്കൊണ്ട് അവരുടെ നിയോഗങ്ങളുമായിട്ട് ഈശോയുടെ മുമ്പിലേക്ക് കടന്നു പോവാണ്. ഓരോരുത്തരുടെയും ഈ രാത്രിയുടെ ഈ തിരക്കിൽ നമുക്ക് മനസ്സിലാകും അവരുടെ ആ ധാരാളം പേര് കയറിയ ആൾക്കാർ വരുന്നു. ഇറങ്ങിയ ആൾക്കാരിവിടെ നമുക്ക് കുറച്ച് പേര് വിശ്രമിക്കുന്നത് കാണാം. വലിയ ജനക്കൂട്ടം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും പള്ളി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സെറ്റപ്പ്, ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് അവർക്ക് താഴെ ഒരു താഴെ ഇപ്പോൾ അടിവാരത്തുണ്ട്. അതുകൂടാതെ 1-ാം സ്ഥലത്തുണ്ട്, 9-ാം സ്ഥലത്തുണ്ട്, മലയുടെ മുകളിലുണ്ട്. ഇവിടെയെല്ലാം അവരോട് പ്രത്യേകമായിട്ട് നമ്മുടെ യാത്രക്കാരോട് പറയുന്നത് ഈ ശാരീരിക അസുഖങ്ങൾ, പ്രത്യേകിച്ചും ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹിസ്റ്ററി ഉള്ളവർ മല കയറുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചൂടുകാലമായതുകൊണ്ട് ധാരാളം വെള്ളം അവർ ഉപയോഗിക്കണം. പല കേസുകളും വരുന്നത് അവർ വെള്ളം കുടിക്കാത്തതിൻ്റെയും പിന്നെ ഓടിച്ചാടി കയറുകയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ എന്ന് പ്രത്യേകം പറയുന്നു. ധാരാളം പേര് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. തോമാശ്ലീഹയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് നിയോഗങ്ങളുമായിട്ട് ധാരാളം പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുകളിലേക്ക് കാണാം. അവിടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നവരെ കാണാൻ പറ്റും. മറ്റ് മെഡിക്കൽ സൗകര്യങ്ങളോട് ധാരാളം ആംബുലൻസ് സർവീസസും അവർ ചെയ്തിട്ടുണ്ട്. ഒരേ സമയത്ത് 3-4 ആംബുലൻസ് ഇവിടെയുണ്ട്. മുകളിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരെ സ്ട്രെച്ചറിൽ എത്രയും വേഗം താഴേക്ക് കൊണ്ടുവരാനായിട്ട് അതിനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. ധാരാളം ഭക്തർക്ക് എല്ലാവർക്കും ഓടിയെത്താവുന്ന എല്ലാ സൗകര്യങ്ങളും ഒത്തിയിട്ടുണ്ട്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പൊന്നും കുരിശുമുത്തപ്പൂ പൊന്മല കയറ്റം എന്നുള്ള ആ ഒരു ആവേശത്തോടെ മല കയറുന്നതിന് വേണ്ടി എല്ലാവരും ഈ മണ്ണിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്.